ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി പറയാണ്. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഈ ഭൂമിയിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയമുണ്ടെന്നാണ് സഭാപ്രസംഗം നമ്മളോട് പറയുന്നത്. അവിടെ ഞാൻ ഇപ്രകാരം വചനം വായിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്: മിണ്ടാതിരിപ്പാൻ ഒരു കാലം, സംസാരിക്കുവാൻ ഒരു കാലം. എന്നാൽ സംസാരിക്കുവാനുള്ള കാലം വന്നതുകൊണ്ടാണ് ഞാൻ ഇപ്രകാരം പറയുന്നത്. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. എല്ലാ നാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെ യേശുവിൻ്റെ നാമത്തിൽ മടങ്ങും. കാരണം യേശു എല്ലാത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം. 2025 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ കാൽവരി ക്രൂശിൽ പരമയാഗമായി തീർന്നു. എൻ്റെയും നിങ്ങളുടെയും പാപത്തിനു വേണ്ടി യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ പരമയാഗമായി. എന്നാൽ 3-ാം നാൾ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നു. എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു ജീവിക്കുന്നു. അതുകൊണ്ടാണ് പാട്ടുകാരെ പ്രകാരം പറയുന്നത്: യേശു ക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു എന്ന പകൽ. അതുകൊണ്ട് യേശു ക്രിസ്തു വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക. ദൈവവചനമാണ് നമ്മളെ ജീവിക്കാനുള്ള ബലം തരുന്നത്. ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരം കാണുന്ന: ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അതുകൊണ്ട് ആകാശവും ഭൂമിയും മാറിപ്പോയാലും, ഭാഷാപരമോ കൃപാപരമോ എന്തു തന്നെ മാറിപ്പോയാലും, ദൈവവചനം ഒരു നാളും മാറിപ്പോകത്തില്ല. ആ ദൈവവചനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക. ഇന്ന് പകൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.